സൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കണ്ടോ, അതുകൊണ്ട് പടി തട്ടില്ല. ഇവൻ്റെ സൈക്കിളുണ്ട്, ഇവൻ്റെ ഒരു ബ്ലാക്ക് കളറാണ്. നമ്മൾ രണ്ടുപേരും ഇതുവഴി തേരാപ്പാര ഓടിച്ചുകൊണ്ടാണ്. ഇപ്പം എല്ലാവരും നിർത്തി, അവൻ ഡ്യൂക്ക് എടുത്തു, ഞാൻ ഇൻ്റർസെപ്റ്റർ എടുത്തു. ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം 9:30 മണിയായിട്ടുണ്ട്. രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് വണ്ടിയുടെയും കാറിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാൻ എന്തോ ഒരു മടി. അപ്പോൾ എന്തായാലും പഴയ നൊസ്റ്റേ ആയിട്ടുള്ളൊരു സൈക്കിൾ ഈ റൂമിനകത്ത് ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ പഴയ റൂം. അപ്പോൾ അതിൻ്റെ അകത്തിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പണ്ടി അതിനെ കഴിവ് എന്തൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിപ്പം ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് സീനായിട്ടിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ അതിന് ബ്രാക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെ ഒന്ന് എടുത്തിട്ട് ഓടേണ്ട കണ്ടീഷൻ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ആ സൈക്കിൾ എടുത്ത് കാണിച്ചില്ല. അപ്പോൾ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ എന്തായാലും വലിയവരുണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എൻ്റെ പഴയ റൂം. നമ്മളെ സൈക്കിൾ ഇതിൻ്റെ അകത്താണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഇരിക്കാന്ന് വെച്ചിരിക്കുന്നത്. ടടേ, നമ്മളെ സൈക്കിളിൽ ഈ ഇടിക്കുന്ന സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് സൈക്കിൾ എടുത്ത് പുറത്ത് വയ്ക്കാം. സൈക്കിള് പൊടിയൊന്നും അടിച്ചിരിപ്പില്ല, പക്ഷേ വണ്ടി പഞ്ചറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബോക്സിങ്ങിൻ്റെ സാധനമാണ്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് പുറത്തേക്കാം. സീറ്റൊക്കെ ഇതാ കീറി പറഞ്ഞിരിക്കുകയാണ്. ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് വലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരുക്കാനൊക്കെ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കണ്ടോ, അതുകൊണ്ട് പടി തട്ടില്ല. ഈ പ്രായത്തിൽ സൈക്കിൾ കൊണ്ട് എത്ര പേരുണ്ട് ഗൈസ്? ഞാൻ പിന്നെ എനിക്കെല്ലാം വേണം. എനിക്ക് വണ്ടികളിലൂടെയൊക്കെ ഭയങ്കര താല്പര്യമായിട്ട് ഞാൻ പിന്നെ സൈക്കിളോ ബൈക്കോ അങ്ങനെ നോക്കൂല. എനിക്ക് എല്ലാ സാധനവും വേണം. അതുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ തിരിച്ച് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് നൊസ്റ്റയാണോ നോക്കട്ടെ. ഇവിടെ നിന്ന് ഇറക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്, ഒറ്റയ്ക്കാണ്. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം. അതാ ബാക്കപ്പ് കറക്റ്റ് ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ ഇതുവഴി താഴെ ഇറക്കാം. ഇവിടെ പൂവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനി ഈ പടിയാണ് താഴെ ഇറക്കേണ്ടത്. ഇതുവഴി ഇറങ്ങുമായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇതോടെ സൈക്കിളോടെ ഇരുന്ന് അങ്ങ് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും താഴെ ഇറക്കിയിട്ട് കാണാം. സൈക്കിൾ ഇറക്കുന്ന കഷ്ടപ്പാടുണ്ടോ, ഒരു കയ്യിലൊക്കെ പിടിച്ചാൽ ഇറക്കണം. ഇത്ര ഇറക്കി അവിടെ പൈപ്പുണ്ട്, അത് പൊട്ടാതെ വേണം ഇറക്കാൻ. മതി, ഇറക്കട്ടെ. അങ്ങനെ നമ്മൾ സൈക്കിൾ എടുത്തുകൊണ്ട് താഴെ വരെ എത്തി. കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് താഴെ എത്തിയത്. അപ്പോൾ എന്തായാലും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കാറ്റടിക്കാൻ പമ്പുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. പമ്പുണ്ടെങ്കിൽ കാറ്റടിച്ച് നോക്കാം. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഓടുമായിരിക്കും, നോക്കാം. കണ്ടോ, ഈ സൈക്കിളും കൊണ്ട് ഇടക്കുകയാണ്. പണ്ട് ഇതുപോലെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ സൈക്കിൾ തൊടാറില്ല. നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പമ്പില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് പോവാണ്. വേറെ എവിടെ എന്തെങ്കിലും പമ്പൊക്കെ സെറ്റ് ചെയ്ത് കാറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് ചവിട്ടി നോക്കാം. ഇതൊക്കെ കൊള്ളാം. കണ്ടപ്പോൾ വീണ്ടും ചവിട്ടാനൊക്കെ തോന്നും. എന്തായാലും സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ സൈക്കിൾ പമ്പൊക്കെ കിട്ടി. ഇനി എന്തായാലും കാറ്റടിക്കും. കാറ്റ് കയറുമായിരിക്കും. കാറ്റടിച്ച് നോക്കാം. കുറേ കാലത്തിന് ശേഷം വീണ്ടും കാറ്റ് കൊടുക്കാം. ടെമ്പർ നോക്കിക്കോ. ഗിയറ് മാറൂ. അറിയാ കുറേ കാലത്തിന് ശേഷം വീണ്ടും സൈക്കിളോട്ട്. പക്ഷേ ഇതിന് ഹാൻഡില്ല, സ്റ്റാൻഡില്ല, ബ്രാക്കില്ല. ബ്രാക്ക് ഇതാ ഇവിടെ ടൈറ്റ്. അത് എൻ്റെ കേബിൾ മാറ്റി ശരിയാവുമെന്തോ. ഫ്രണ്ട് ബ്രാക്കില്ല. ഗിയർ വർക്കിംഗ് ആണ്. പിന്നെ കാറ്റ് പഞ്ചറാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ കാറ്റടിച്ചില്ല. ഇപ്പോൾ കാറ്റ് നിൽപ്പുണ്ട്.
അപ്പം പതിയെ സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ കാറ്റൊക്കെ അടിച്ചപ്പോൾ സൈക്കിൾ സെറ്റായി. പക്ഷേ നമുക്ക് ബ്രാക്ക് ഇല്ലാതെ ഒന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാക്കൊക്കെ എന്തായാലും സെറ്റ് ചെയ്യാം. ബ്രാക്കിനൊക്കെ നല്ല പൈസ ആവുന്നുണ്ട് ഇതിന്. ഇത് മറ്റേ കോസ്മിക്കിൻ്റെ എൽഡാറോ ഏതോ ഒരു കമ്പനിയാണ്. അപ്പോൾ നല്ല പൈസ ആവും. സീറ്റൊക്കെ മാറ്റാം, സീറ്റ് കവർ മാറ്റാം, നമുക്ക് സീറ്റൊക്കെ മാറ്റാം. പിന്നെ ബ്രാക്കൊക്കെ സെറ്റ് ചെയ്യാം, ഗിയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, കുറേ പരിപാടിയുണ്ട്. നമുക്ക് കളർ ചേഞ്ചൊക്കെ വേണമെങ്കിൽ കളർ ചേഞ്ചൊക്കെ വേണം. അപ്പോൾ എന്തായാലും കൊള്ളാമല്ലേ, പണ്ടിരുന്ന സൈക്കിളായിരുന്നു. ഇപ്പോഴും വാവ് കൊള്ളാം, സൂപ്പർ. ഇനി സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് വയ്ക്കണം, അല്ല പഴയ സ്റ്റോക്കിലോട്ടാക്കാമെന്ന് വെച്ചാൽ ഒരു മഡ് ഗാർഡൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ ചവിട്ടാനൊക്കെ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമല്ലോ. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പിലോട്ടാക്കാമെന്ന് വെച്ചാൽ പഞ്ചറാണെന്ന് പറഞ്ഞത്, സൂചി പഞ്ചറായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും കൊള്ളാമല്ലേ. അങ്ങനെ അവൻ ചവിട്ടി വെക്കാണ്. ഓ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും, കൊള്ളാം. പക്ഷെ ഇതിലാണ് ഞാൻ സ്റ്റണ്ട് ചെയ്താണ് ഇതിനെ തുളച്ചത്. വെറുതെ ഫ്രണ്ട് നോക്കുമ്പോൾ വന്ന് അടിക്കും. പിന്നെ സസ്പെൻഷൻ ഡബിൾ ഡിസ്ക് എല്ലാം ഉള്ള സൈക്കിളായിരുന്നു. സസ്പെൻഷനല്ല, ഫ്രണ്ട് ഷേക്കപ്പ് സാറല്ലേ. അത് നാളെ സ്റ്റണ്ട് കപ്പൊക്കെ ഇരിക്കുന്നില്ല സൈഡിൽ, എന്തൊക്കെ സെറ്റപ്പ് ആയിരുന്നു. ഞാൻ സ്റ്റോപ്പിലേക്ക് അടിച്ചാണ് അതിൻ്റെ ബാക്ക് റിമ്മൊക്കെ പൊട്ടി വീണ്ടും സെറ്റ് ചെയ്തൊക്കെ ഇട്ട സമയം ഉണ്ടായിരുന്നു. ഇവൻ്റെയിൽ സൈക്കിളുണ്ട്, ഇവൻ്റെയിൽ ഒരു ബ്ലാക്ക് കളറാണ്. നമ്മൾ രണ്ടുപേരും ഇതുവഴി തേരാപ്പാര ഓടിച്ചുകൊണ്ടാണ്. ഇപ്പം എല്ലാവരും നിർത്തി. അവൻ ഡ്യൂക്ക് എടുത്തു, ഞാൻ ഇൻ്റർസെപ്റ്റർ എടുത്തു. അങ്ങനെ വണ്ടിയിൽ ഇറങ്ങി. പക്ഷേ എനിക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കറങ്ങാറില്ല. അവനൊരു മൈലേജെങ്കിലും ഉള്ളതുകൊണ്ട് അവൻ പിന്നെയും കറങ്ങാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ഇവിടെ ചാച്ചി വയ്ക്കാം. സൈക്കിളൊന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈക്കിൾ കഴുകാൻ പോകണം. കഴുകിയിട്ട് ടയറൊക്കെ നല്ല കുറന്നാവുമായിരിക്കും. എന്നിട്ട് നമുക്ക് വെച്ചേക്കാം. കാറ്റ് കുറഞ്ഞു, കാറ്റ് ചെറുതായിട്ട് കുറഞ്ഞപ്പം പഞ്ചറായിരിക്കും. ചെറിയ കാറ്റ് കുറവുണ്ട്, ഫ്രണ്ടും കുറഞ്ഞു. അപ്പോൾ രണ്ടിൽ എന്തെങ്കിലും സൂചി പഞ്ചർ കാണുമായിരിക്കും. എന്തെങ്കിലും ഉണ്ടോ നോക്കാം, ഉണ്ടെങ്കിൽ കൊണ്ടുപോകുമ്പം ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് കൊണ്ട് കഴുകിയിട്ട് വരാം. സൈക്കിൾ കഴുകാമെന്ന് വിചാരിച്ച്, സൈക്കിളിൻ്റെ അവിടെ വണ്ടിയും കഴുകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എന്തായാലും സൈക്കിളിൽ പോകണം. ഒരു ബ്രേക്കേ ഉള്ളൂ, ഒരിക്കലേ പിടിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ സാധനം പോവും. അപ്പോൾ എന്തായാലും സൈക്കിൾ ശരിയാക്കിയതിന് ശേഷം നമുക്ക് ഇവിടുത്തെ രാവിലത്തെ മോർണിംഗ് റൈഡൊക്കെ സെറ്റാക്കാം സൈക്കിളിലുള്ള. അപ്പോൾ വണ്ടി അവൻ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് താഴോട്ട് പതിയെ പോകാം. എന്തായാലും അവൻ ഫ്രണ്ടിൽ നിന്ന് വരട്ടെ. ബ്രാക്ക് ഇല്ലെങ്കിൽ അവൻ്റെ എൻ്റെ ടയറിലെങ്കിലും ഇടിച്ച് നിർത്താം. അല്ല ചെറുതായിട്ടൊന്ന് ബ്രാക്ക് പിടിച്ചാൽ പിന്നെ കിട്ടൂല. അമ്മേ എന്ത് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പതിയെ പോവാം. ബ്രാക്ക് പിടിച്ച് പോകണം. റോഡെത്താറായി, നമുക്കങ്ങ് പോകുന്നുണ്ട്. റോഡെത്താറായി. ബ്രാക്ക് കിട്ടുന്നില്ല കേട്ടോ, ഒട്ടും കിട്ടുന്നില്ല. കുറച്ചൊക്കെ കിട്ടുന്നുള്ളൂ വണ്ടിയിൽ. പതിയെ പോട്ടെ. നമുക്ക് പോകാം. ബ്രാക്ക് ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രാക്ക് വിടുമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഗിയർ മാറാം. യെസ് ഗൈസ്, ഗിയറൊക്കെ മാറുന്നുണ്ട്. യെസ്, ഇപ്പോൾ നമ്മൾ 14ാമത്തെ ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സൈക്കിളും ആ വണ്ടിയും കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം സൈക്കിൾ അടിക്കാം, അപ്പോൾ അത് വണ്ടിയിൽ കഴുകാം. അപ്പോൾ രണ്ടും ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും സൈക്കിൾ എല്ലാം സെറ്റാക്കണോണ്ടാണ്. ഇതൊക്കെ പോയി കണ്ടോ, ഇതൊക്കെ സെറ്റാക്കണം. നമ്മളെ വണ്ടിയും കഴുകണം. നമ്മളെ വണ്ടി നല്ല അഴുക്കുണ്ട്, നല്ല വണ്ടി. പക്ഷേ ആ വണ്ടിയും കഴുകണം. അപ്പോൾ പ്രഷർ വാഷ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സെറ്റാക്കാനുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കാണ് പോയിരിക്കുന്നത്. അതെന്തായാലും നമ്മൾ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റാക്കാം. സൈക്കിൾ കഴുകാൻ വേണ്ടി പ്രഷർ വാഷ് നമ്മളെ സൈക്കിൾ കഴുകാൻ വേണ്ടി പ്രഷർ വാഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈക്കിൾ പെട്ടെന്ന് കഴിയണം. സൈക്കിൾ ജസ്റ്റ് ഒന്ന് സോപ്പൊന്നും ഇല്ലാതെ അടിച്ച് നോക്കാം. അപ്പോൾ ഈ കഴിയും കാര്യങ്ങളൊക്കെ പോകുമല്ലോ, കുറേ ദിവസമായില്ലേ കഴിയിട്ട്, കുറേ വർഷങ്ങളായില്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടിയിലാണ്. പെട്ടെന്ന് തന്നെ എല്ലാം അടിച്ചിട്ട് നമുക്ക് ബാക്കി വണ്ടികളൊക്കെ കഴിവാണ്ട് പെട്ടെന്ന് നടക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതുപോലൊരു സൈക്കിൾ ഉണ്ടെന്ന്. സെയിം മോഡൽ. ഇതും സെയിം മോഡൽ തന്നെ, രണ്ടും കണ്ടില്ലേ. ഇതിന് ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട്, ബാക്കി എല്ലാം സെയിമാണ്. പെയിൻറ്റിനും മാറ്റമുണ്ട് കണ്ടോ. ഇതിപ്പോഴും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെത് പഞ്ചർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിനി കുറച്ച് 2 ദിവസം മോർണിംഗ് റൈഡൊക്കെ പോകണ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുക. ആദ്യം സൈക്കിൾ ശരിയാക്കട്ടെ, ആദ്യം സൈക്കിൾ കഴിവട്ടെ. സൈക്കിൾ കഴുകിയിട്ട് രണ്ടും കൂടെ വെച്ചുള്ള വീഡിയോ കൂടെ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് പെഡോക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊരു കമ്പിയൊക്കെ വെച്ചിട്ട് ഇതാകുമ്പോൾ സുഖമായിട്ട് കഴിവാം. എന്തായാലും പെട്ടെന്ന് കഴിവട്ടെ. കുറേ വണ്ടി കഴിവുണ്ടായിരുന്നു, അങ്ങനെ കഴുകി ചത്ത്. ഇനി ഇതും കൂടെ പെട്ടെന്ന് കഴുകിയിട്ട് പണി തീർക്കട്ടെ. പ്രഷർ വാഷർ ചതച്ചു. ടുട്ടു മിട്ടു
ഇവൻ്റെ പേര് സ്നോബി. സോറി, ഇവളുടെ പേര് ടുട്ടു, ടുട്ടു, സ്നോബി. ഇതിപ്പോൾ സൈക്കിളെല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. ഇനി പണി ചെയ്യാൻ പൈസ വരുമ്പോൾ പണി ചെയ്യാം. അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗായിരുന്നു, സൈക്കിളിൻ്റെ വ്ളോഗ് തന്നെ സെറ്റ് ചെയ്യാന്ന് വെച്ചു. സൈക്കിൾ എന്തായാലും എടുത്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സൈക്കിളും കാണിച്ചു തരാമെന്ന് വെച്ച്. അതും എനിക്കിഷ്ടമാണ്, ഇതും കൊള്ളാം. അപ്പോൾ നമുക്ക് എന്തായാലും മോർണിംഗ് റൈഡൊക്കെ സെറ്റാക്കാം. അതിൽ പണി കഴിയട്ടെ. ഗൈസ്, നൊസ്റ്റാൾജി ആയിട്ടുള്ള സൈക്കിളിൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് എന്തായാലും കഴുകി സെറ്റാക്കാമെന്ന് വെച്ചാണ്. പക്ഷേ എന്തായാലും ബ്രേക്കും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ അടുത്തും പോകാൻ പറ്റില്ല. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി അതിനെ സെറ്റാക്കി വയ്ക്കുന്ന വീഡിയോ എല്ലാം വരും. അപ്പോൾ എന്തായാലും അതിനുശേഷം നമുക്ക് മോർണിംഗ് റൈഡൊക്കെ പോയി ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ പോയി സമയം അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.